ഹായ് പറവല്ലു. വെൽക്കം ബാക്ക് ടു ബാക്കി പറ. മൈ യൂട്യൂബ് ചാനൽ. വല്യമ്മക്ക് ഒരു യൂട്യൂബ് അഡിക്റ്റ് ആണ്, ഭയങ്കര ഇഷ്ടമാണ് യൂട്യൂബ് വീഡിയോസും കാണുന്നത്. കുറെ ചാനൽസ് ഉണ്ട് വല്യമ്മയുടെ പേഴ്സണൽ ഫേവറേറ്റ്. അതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയല്ലേ. ഓ വല്യമ്മയുടെ ചാനൽ. വല്യമ്മയ്ക്ക് ഒരു ചാനലുണ്ട്, എന്താ മല്ലു അമ്മ തമിഴ് പൊണ്ണ്. സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. എന്താ ഇവിടെ ഇരിക്കുന്ന എന്തോ നമ്മൾ കുറച്ച് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലേറ്റാവും. എന്താണ് ഇവിടെ നായികക്ക് കാര്യം? നായിക നാളെ ഒരു സാധനം റിലീസ് ആവത്തില്ലേ? അത് റിലീസ് ആവട്ടെ, നീ വെറുതെ എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ. അമ്മ വേണ്ട, അത് പറയണ്ടേ? വേണ്ട. രാഷ്മയുടെ ഒരു ചാനലുണ്ട്, സാലഡ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അകത്ത് ഇങ്ങനെ വെബ് സീരീസ് ഒക്കെ ഉണ്ട്. അപ്പം അതിൽ അമ്മ നായികയാവുന്ന ഒരു വെബ് സീരീസ് നാളെ റിലീസ് ചെയ്യും. ഇന്നലെ ആയിരുന്നു എൻ്റെ ഷൂട്ട്, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. നാളെ റിലീസ് ചെയ്യും. അത് എനിക്ക് ഒരു മോറൽ സ്റ്റോറീസ് പോലത്തെ ഉള്ള തീമാണ്. ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരെണ്ണം ഇറങ്ങിയില്ലേ. സോ അപ്പോൾ ആഴ്ചയോടും ഇറങ്ങും. അതിൻ്റെ അടുത്ത നായിക എൻ്റെ അമ്മയാണ്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ഫിസിക്സ് എക്സാമാണ് എടുത്തത്. നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ഞാനും അമ്മ എവിടെ പോകുന്നു? കണ്ണാശുപത്രി പോവാണ്. ഇന്നലെ ഭയങ്കര ഒരു തലവേദന വന്നു. തലവേദന വെച്ചാൽ ഡെഡ് പ്രൊവോക്കിംഗ് ഒരു തലവേദന വന്നു. അതായത് എൻ്റെ ഹോൾ ലൈഫ് എൻ്റെ ലിറ്ററലി ഭയങ്കര തലവേദനയായിരുന്നു. രാത്രി വരെ ഉണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റലൊന്നും പോയില്ല. ഡോളൊക്കെ പോയില്ല, കുഴപ്പമില്ലായിരുന്നു. അപ്പം ഇനി ലെൻസിൻ്റെ പവർ വല്ലതും മാറിയതാണോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. മൈഗ്രൈനാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ അതൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ടാറ്റ, പോയിട്ട് വരാം. ടാറ്റ. നാളെ ഇറങ്ങും കേട്ടോ അമ്മയുടെ വെബ് സീരീസ്. ഹായ്. കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത് കണ്ണിൽ മരുന്ന് ഒഴിച്ചേക്കാണ്. 10 മിനിറ്റ് കഴിഞ്ഞ് ഒരു മരുന്നും കൂടെ ഒഴിക്കും, എന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആകെ ടെൻഷൻ അടിച്ച് കിടക്കി. കുറച്ച് നേരം കാഴ്ചയ്ക്ക് കുറച്ച് മങ്ങലുണ്ടാവുന്നതാണ്. കണ്ണിന് വെള്ളം വരുവാണെങ്കിൽ തുടച്ചാൽ മതി. 2 ഡ്രോപ്സ് ഒഴിച്ചാവുഞ്ഞേ. എൻ്റെ കണ്ണ് മങ്ങി തുടങ്ങി. മരുന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് മങ്ങത്തില്ലേ. സംഭവം എന്ന് വെച്ചാൽ കേൾക്കാമോ, ഒരു കണ്ണിൻ്റെ പവർ കൂടി. ഗുഡ് ജോബ്. ഈ കണ്ണ് 3 ആയിരുന്നു, 2 കണ്ണ് -3. ഇതിപ്പോൾ 2.5 ആയി. അപ്പം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പിന്നെ എൻ്റെ കണ്ടീഷൻ ആക്ച്വലി മയോപ്പിയ അസ്റ്റിഗ്മാറ്റിസ് ആണ്. മയോപ്പിയ എന്ന് വെച്ചാൽ ഷോർട്ട് സൈറ്റ്നസ്. അസ്റ്റിഗ്മാറ്റിസ് ഒരു സർട്ടൺ ഡിഗ്രി, എൻ്റെ കണ്ണിൽ എനിക്കൊരു 10 ഡിഗ്രിയിൽ എന്തോ ആണ് എനിക്ക് ബ്ലർനെസ് വരണം. അങ്ങനെ ഒരു സർട്ടൺ ഇതിൽ വരുന്നതിന് അസ്റ്റിഗ്മാറ്റിസ്. പിന്നെ ആ 2 കണ്ടീഷനും കുറിച്ച് മയോ അസ്റ്റിഗ്മാറ്റിസ് ആണ് എൻ്റെ കണ്ടീഷൻ. പക്ഷേ 3 നാളെ ഞാൻ വലിയ ഒരു പൊട്ടത്തിലും പറഞ്ഞുകൊണ്ടാണ് നടന്നത്. അതായത് പണ്ടെപ്പോഴും എൻ്റെ അടുത്ത് ചില കാര്യങ്ങളില്ലേ, നമ്മൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതങ്ങ് വിശ്വസിക്കും ബ്ലൈൻഡായിട്ട്. പിന്നെ അതിനെപ്പറ്റി അന്വേഷിക്കാനോ എന്താണെന്നൊന്നും നോക്കില്ല. ചില കാര്യങ്ങൾ അതങ്ങ് സ്ഥിരമായിട്ട് നമ്മൾ അല്ലെങ്കിൽ എന്തുവാണെന്ന് പിന്നെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യാൻ നോക്കത്തില്ല. നമ്മൾ അതങ്ങ് വിശ്വസിച്ചിരിക്കും. അതെല്ലാവർക്കും പറ്റുന്ന അബദ്ധമാണ്. അതുപോലെ എനിക്കും പറ്റും. അതായത് കുഞ്ഞിൽ ഞാൻ LKG തൊട്ട് വയ്ക്കുകയാണ് കണ്ണാടി, ലിറ്ററലി LKG തൊട്ട് വയ്ക്കുകയാണ്. കുഞ്ഞിൽ ഏതൊരു ഹോസ്പിറ്റലിൽ ഇപ്പം ഞാൻ കേട്ടതിൻ്റെ മിസ്റ്റേക്കാണോ എനിക്കറിയത്തില്ല. എൻ്റെ പേരൻസ് അതാണ്, അമ്മയതല്ലേ അമ്മ കേട്ടത്. അതായത് എൻ്റെ ഏതോ ഒരു ലെൻസ് ചെറുതും ഒരു സൈസ് 2 വ്യത്യാസമുണ്ട്, കുഞ്ഞ് വ്യത്യാസം. അപ്പം അത് കാരണം വരുന്നതാണ് ഷോർട്ട് സൈറ്റ്നസ്, ലോങ് അങ്ങനെയൊന്നും ഇല്ല എന്നാണ് പറഞ്ഞപ്പോൾ. അതിനുശേഷം ഞാനിപ്പോൾ ബാക്കി എന്തുണ്ടെങ്കിലും ഗൂഗിൾ സെർച്ച് ചെയ്യും, അതിനെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇതിനെക്കുറിച്ച് ഞാൻ
സെർച്ച് ചെയ്തിട്ടുമില്ല. ഞാൻ കംപ്ലീറ്റ്ലി ബ്ലൈൻഡായിട്ട് അതങ്ങ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആര് ചോദിച്ചാൽ ഒരു കണ്ണിന് അതിൻ്റെ പേരെന്തോ ടെക്നിക്കൽ ടേം പോലും ഞാൻ അത് പഠിക്കാൻ ഉദ്ദേശിച്ചത്, ഞാൻ നോക്കിയിട്ടില്ല. ആരും ചോദിച്ചാൽ എൻ്റെ ലെൻസിൻ്റെ ഷേപ്പ് വ്യത്യാസമുണ്ട്. പക്ഷെ അത് മഹാപൊട്ടത്തിലുമായിരുന്നു നിന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ വരത്തില്ല ഒന്നാമത്തെ കാര്യം. കാര്യം ഇന്ന് ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, എനിക്ക് കുറേ നാൾക്ക് ഡൗട്ടുണ്ട്, എന്നാൽ ഞാനത് ഗൂഗിളിൽ സെർച്ച് ചെയ്തതുമില്ല, ഡൗട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ആക്ച്വലി എൻ്റെ കണ്ടീഷൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു മയോപ്പിയ അസ്റ്റിഗ്മാറ്റിസ് ആണെന്ന് പറഞ്ഞു. മയോപ്പിക്ക് നമ്മൾ പഠിക്കുന്നതാണ് സ്കൂളിൽ, ഷോർട്ട് സൈനസ് അസ്റ്റിഗ്മാറ്റിസ്. അപ്പോൾ ഈ ചെറുതും വലുത് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, ഞാൻ അപ്പോൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ വരത്തില്ല എന്ന് പറഞ്ഞു. ഒരു കണ്ണ് ചെറുതെടുക്കാന്ന് പറഞ്ഞു. സോ കുറേ നാളായിട്ട് ഞാൻ മഹാപൊട്ടത്തിലും ചില കാര്യങ്ങൾ അങ്ങനെയില്ല, എന്നെ കുറ്റം പറയാൻ പറ്റത്തില്ല അല്ലേ അമ്മ. ചിലത് ആരെങ്കിലും പറഞ്ഞ് നമ്മൾ അതങ്ങ് മൈൻഡിൽ ഉറച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി എത്ര വലിയ ഇതെന്നും പറഞ്ഞാലും നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതങ്ങ് ഉറച്ച് അതുപോലെ അങ്ങ് പോകും, ചില ആചാരങ്ങളൊക്കെ പോലെ. സോ എനിവേ പിന്നെ ഇപ്പം ഫിസിക്സ് എക്സാമാണ്. അപ്പം ഞാൻ ആക്ച്വലി വരുന്നില്ല എന്ന് പറഞ്ഞ കാര്യം ഹോസ്പിറ്റലിൽ വന്ന് എങ്ങനെയായാലും ഒരു 2 hours 3 hours 5 hours എങ്ങനെയായാലും പോകും. ഇപ്പോൾ മരുന്ന് കഴിച്ചിട്ട് ഒരു 4 hours കണ്ണ് ബ്ലറായിരിക്കും എന്ന് പറഞ്ഞു. ഒന്നേമേയും ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാലും കണ്ണാടിയുടെ ആക്സിസിനൊരു വ്യത്യാസമൊക്കെ ഉണ്ട്, പിന്നെ പവറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഐ ഡ്രോപ്സ് ഒഴിച്ചു. പിന്നെ ഇപ്പോൾ കുറച്ച് ഇപ്പോൾ തൊട്ട് മങ്ങി തുടങ്ങി. ഇനി ഒരു 3-4 മണിക്കൂർ ഇത് കാണുമെന്ന് പറഞ്ഞു. കോഫി കുടിച്ചല്ലോ, പോയാലോ? യെസ്, കുടിച്ചില്ലേ? കാര്യം പറഞ്ഞു. സോ അതിൽ നിന്ന് ഇറങ്ങി, ഐ മീൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. ഇപ്പം സ്പെക്സ് മാറ്റാൻ പറഞ്ഞു. അതായത് 0.5 എൻ്റെ 2 കണ്ണിലും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്പെക്സ് മാറ്റാൻ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് ഇപ്പം മാറ്റുവാണെങ്കിൽ കുറച്ചുകൂടെ സ്ട്രെയിൻ കൂടും അഡ്ജസ്റ്റ് ആവാൻ വേണ്ടി. പവർ മാറിയോട്ട് പുതിയ കണ്ണാടി മേടിക്കും. ഇപ്പം മാർച്ച് 21 ശേഷം മാറ്റാൻ പറഞ്ഞു. ഇപ്പം ഡെയിലി 4 നേരം മരുന്ന് ഒഴിക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. ഇപ്പം ഈ കണ്ണാടി വെച്ചാലും സ്ട്രെയിനാണ്. ടോട്ടലി കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി. എല്ലാം എക്സാം തുടങ്ങിയപ്പോൾ തൊട്ട് ഇപ്പോൾ മരുന്ന് കഴിച്ചിട്ട് കുറച്ച് മണിക്കൂർ മങ്ങൽ കാണുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. പിന്നെ വീട്ടിൽ ചെന്നതിന് എപ്പോൾ പഠിച്ചു തുടങ്ങുമോ, പഠിക്കുന്ന ടെൻഷൻ വിടുമുട്ടേ. ആദ്യം കണ്ണൊക്കെ ശരിയാവട്ടെ, പിന്നെ തലവേദന എടുക്കുമ്പോൾ പിന്നെ പ്രശ്നമല്ലേ. ഇതൊക്കെയാണ് കണ്ണാശുപത്രിയിൽ, ഇതൊക്കെയാണ് കണ്ണാശുപത്രിയിലും വിശേഷം. ഇന്നത്തെ ദിവസത്തെ ഒരു ദിവസം പോയില്ല ഉണ്ട്. കുഴപ്പമില്ല, ഈ 4 ദിവസം ഉണ്ട്. ടാറ്റ.